വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റായി, ക്ഷമിക്കണം. വീഡിയോയിലേക്ക് കിടക്കാം. സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 120 ഗ്രാം മൈദ ആയിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, നല്ല ഉപ്പ്, നല്ല ബേക്കിംഗ് സോഡ, ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൊടി. ഇതാണ് നമ്മുടെ കട. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലപോലെ 3-4 പ്രാവശ്യം തെല്ലി എടുത്തത് ഇത് നമുക്ക് മൂടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബീറ്റർ എടുത്ത് അടിക്കാനുള്ള സാധനങ്ങളൊന്ന് അടിച്ചെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇവിടെ നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം തന്നെ കുക്കർ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ആ പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 മുട്ട ഒഴിച്ചിട്ടുണ്ട്. നല്ലതുപോലെ പതിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 3 മിനിറ്റോളം ഞാൻ അടിച്ചിട്ടുണ്ട്. നല്ലതുപോലെ പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കണക്കിന് എസൻസ് ഒഴിക്കാം. മുട്ട ഉള്ളതുകൊണ്ട് നല്ലതുപോലെ എസൻസ് ഇരിക്കട്ടെ. നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലാതെ നോക്കണം കേട്ടോ. 10 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാനിപ്പം മൈദ നമ്മൾ അരിച്ചപ്പം 1 ടേബിൾ സ്പൂൺ കൊക്കോപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ. ഇതിന് നമ്മൾ 2 ടേബിൾ സ്പൂൺ കൊക്കോപ്പൊടിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോഴേ ആ ചോക്ലേറ്റിൻ്റെ ഒരു നേരം വരത്തുള്ളൂ. ചോക്ലേറ്റ് കേക്കിന് 2 ടേബിൾ സ്പൂൺ. അതുകൊണ്ട് തന്നെ ഞാനത് മിക്സിയുടെ നമ്മുടെ പഞ്ചസാരയുടെ കൂടെ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പഞ്ചസാരയും കൊക്കോപ്പൊടിയും നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഇതിലോട്ട് ചേർക്കാം. കുറേശ്ശെ ചേർത്ത് പതിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാരയും മുട്ടയും നല്ലതുപോലെ ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 100 ml എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലതിന്. ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ആകുന്ന വരെ ബീറ്റ് ചെയ്യും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് കൊടുത്ത് ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തതിന് നല്ലത് തന്നെയാണ്. അതായത് നമ്മളൊരു സ്പാച്ചുല വെച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിങ്ങനെ ബീറ്റർ വെച്ച് ചെയ്തു, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് മിക്സായി തന്നെ കിട്ടിയിട്ടുണ്ട്. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ കൂട്ട് നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതാ നല്ലതുപോലെ കേക്ക് ആയിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ട്രോപ്പോലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നല്ല വിപ്പിംഗ് ക്രീമാണ്, പഞ്ചസാര ഉള്ള വിപ്പിംഗ് ക്രീമാണിത്. ഇത് 1 കപ്പ് അളവിൽ നമുക്ക് എടുക്കാം. ഇനി ഈ പാത്രവും ഈ വിപ്പിംഗ് ചെയ്യാനുള്ള ബ്ലേഡും നമ്മൾ ഫ്രീസറിൽ വെക്കണം. 3-4 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ വെച്ച ബ്ലേഡും പാത്രവുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വിപ്പ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഏകദേശം ഒരു 6-7 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പായിട്ട് കിട്ടാനായിട്ട്.
ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ വിപ്പിംഗ് ക്രീം വരേണ്ടത്. നോക്കിയാൽ താഴെ വീഴുന്നേ ഇല്ല, ഇങ്ങനെ ഇരിക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ ഫില്ലിങ്ങിനകത്ത് ഇടാനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഒന്ന് ചൂടാക്കി എടുക്കാം. ഇളക്കമൊന്നും ചെയ്യേണ്ട, തന്നെ ഉരുകി കിട്ടിക്കോളും. ഇതാ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ഒഴിക്കുമ്പം നമ്മുടെ പഞ്ചസാര ഒരു പക്ഷേ ഇങ്ങനെ കട്ടിയാകും. ഇത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെ അലിഞ്ഞ് കിട്ടും ചൂടത്തിരിക്കുമ്പം. നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടുമ്പോൾ നമുക്ക് ഈ അടുപ്പൊന്ന് നിർത്താം. എൻ്റെ വീഡിയോസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് നോക്കണം കേട്ടോ. നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതാ നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടെ ഒന്ന് തിളപ്പിച്ച് ആ വെള്ളമല്ലാതെ തിക്ക് കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് നിർത്താം. അത് തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ തിക്കാവുന്നതായിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതായിട്ടുണ്ട്, നമുക്ക് നിർത്താം. ഇനി നമ്മൾ നട്ട്സ് വെച്ച് ഒരു പ്രലൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ കൂടെ ബട്ടറും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ ബട്ടർ ചേർത്താൽ മതി. ബട്ടറും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ നട്ട്സൊക്കെ ഒന്ന് പൊടിച്ച് വെക്കണം. ഒന്ന് ഇടിച്ച് വെച്ചാൽ മതി. അതായത് അധികം അങ്ങോട്ട് പൊടിയാവണ്ട, കുറച്ച് കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടണം. അതുപോലെ ഒന്ന് പൊടിച്ച് വെച്ചിട്ട് ഇതൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഉരുകി തുടങ്ങിയപ്പോഴത്തേക്ക് നല്ലൊരു കളർ വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ബട്ടറും കൂടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂണ് നമ്മൾ ഇളക്കി കൊടുത്തു. അതിലേക്ക് നമ്മളിതാ പൊടിച്ച് വെച്ച നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഒരു പാത്രം ഗ്രീസ് ചെയ്ത് വെക്കണം. ഓയിലോ നെയ്യോ വല്ലതും തേച്ച് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് വരത്തില്ല. ഇതൊക്കെ ഉണ്ടാക്കുന്ന മുന്നേ അതൊന്ന് ശരിയാക്കി വെക്കണം കേട്ടോ. ആ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് നമ്മൾ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഡെക്കറേഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നത്. കുറച്ച് പൊടിച്ച് നമുക്ക് ആ ഫില്ലിങ്ങിൻ്റെ കൂടെ ചേർത്താലും നല്ലതാണ്. അങ്ങനെ ഞാനിവിടെ ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ വെറും ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഇതുണ്ടാക്കുന്നത്. ഇത്ര എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങളെടുക്കാം. ഹലോ, 1/2 കപ്പ് പഞ്ചസാര 1 കപ്പ് വെള്ളം കൂടി ചേർത്തത് ഒരു തിളയ്ക്കുന്ന നേരം നോക്കിയിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നിർത്താം. തിളച്ചിട്ടുണ്ട്, നമുക്കിതിനെ നിർത്താം. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക്, ഈ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ വെച്ചതാണ്, ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയതാണ്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെസ്കേഫയുടെ പൗഡറും, അതായത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും, പിന്നെ 2 ടീസ്പൂൺ ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ബൂസ്റ്റ് നമുക്കിങ്ങനെ 5 രൂപയുടെ പാക്കറ്റ് കിട്ടും. ഈ ബൂസ്റ്റാണ് ഒരു 2 ടീസ്പൂൺ. ഇനി നമ്മൾ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഈ ഫില്ലിംഗ് നമ്മൾ ഉണ്ടാക്കിയില്ലേ, പഞ്ചസാരയും ബട്ടറും വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തത്, ഈ ഫില്ലിംഗ് ഇത്രയും കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഫില്ലിംഗ് നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബീറ്റർ വെച്ചൊന്ന് അടച്ചെടുക്കാം. നല്ല ഒരു ടേസ്റ്റാണ് ഈ ഒരു വിപ്പിംഗ് ക്രീമിന്. ഇത് അവിടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്യുവാണ്. കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് 2ആയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ 3 ലെയർ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പൊങ്ങി ഇച്ചിരി കൂടുതൽ നടുവശം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഇതാക്കിയെടുക്കണം, നേരെ ആക്കിയെടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ 2ആയിട്ടൊന്ന് മുറിക്കുന്നുണ്ട്. പിന്നെ ഒരു കേക്കും കൂടി എൻ്റെ കയ്യിലുണ്ട്. ഇനി നമുക്കിതിനെ പഞ്ചസാര വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. വീട്ടാവശ്യത്തിനുള്ള കേക്ക് ആയതുകൊണ്ട് ഇവിടെ കേക്ക് ബോർഡൊന്നും ഇരിപ്പില്ല കേട്ടോ. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പാത്രം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇത് നല്ല നമ്മുടെ കേക്കിൻ്റെ കറക്റ്റ് അളവിനുള്ളൊരു പാത്രമാണ്. അതുകൊണ്ട് ഇത് ഞാൻ ബേസാക്കി വെക്കുകയാണ്. അതിലേക്ക് നമ്മൾ നമ്മുടെ മുകളിലത്തെ ഭാഗം തിരിച്ച് വയ്ക്കാൻ പോവാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ ഫോർക്ക് വെച്ചൊന്ന് കുത്തിയിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് മറിച്ച് അതിലോട്ട് വയ്ക്കാം. എന്നിട്ട് അതിലോട്ടും ഒന്ന് കുത്തിയേച്ചും ഒന്നും കൂടി ഒന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം.
എല്ലായിടത്തും ഷുഗർ സിറപ്പ് നല്ലതുപോലെ ഒഴിക്കണം, നല്ലതുപോലെ സോക്കാണ്. അപ്പോഴേ നമുക്ക് കേക്ക് എടുക്കുമ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടത്തുള്ളൂ, നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ, ജ്യൂസി ആയിട്ട് കിട്ടത്തുള്ളൂ. നല്ലതുപോലെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് മുഴുവൻ തീർക്കണം കേട്ടോ. കേക്കിലെല്ലാം ലെയറിലും നല്ലതുപോലെ ഒഴിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഈ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഈ കേക്ക് ബോർഡ് ഞാനിപ്പം മേടിച്ചതാണ് കേട്ടോ. നമ്മൾ വിപ്പിംഗ് ചെയ്യുന്ന പീറ്റർ മേടിച്ചില്ലേ, അതോടൊപ്പം മേടിച്ചതാണ് ഈ കേക്ക് ബോർഡ്. കേക്ക് ബോർഡ് ഇല്ലെങ്കിലും വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ ബോർഡ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ക്രീം തേച്ച് വെച്ചും കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. ഇതുപോലെ ഞാൻ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. മൊത്തം ഒന്ന് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. കേക്ക് ഞാൻ പിന്നെ കാണിക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ഡാർക്ക് കമ്പൗണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ. അതൊന്ന് ചൂടാക്കിയെടുക്കുക. തീ സിമ്മിലിട്ടിട്ട് വേണം ചൂടാക്കിയൊന്ന് എടുക്കാൻ. ഇതല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തും എടുക്കാവുന്നതാണ്, പക്ഷേ അതിനൊത്തിരി സമയം പിടിക്കും. ഇങ്ങനെ ചെയ്താൽ മതി. ഈ കൂട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിക്കുള്ള ഗനാശ കിട്ടും. ഫ്രിഡ്ജിൽ വെക്കണേ, പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഡാഡിയുടെ മെമ്മോറിയൽ 34th വെഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയ കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.